സ്ട്രെസ് കുറയ്ക്കണോ? ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ഡിസിപ്ലിൻഡ് ആവുക. ഒരുപക്ഷെ നിങ്ങൾക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ ഇത്തിരി പ്രയാസം തോന്നുന്നുണ്ടാവും. ഈ ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളത് പണ്ടുകാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്, കേട്ടും മടുത്തിട്ടുള്ള ഒരു വാക്കാണ്. എങ്കിൽ പോലും അതിനകത്തൊരു സയൻസ് ഉണ്ട്. ഡിസിപ്ലിൻഡ് ആവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിനിന് പ്രെഡിക്റ്റബിൾ ആവുന്നു എന്നുള്ളതാണ്. ബ്രെയിൻ അൺപ്രെഡിക്റ്റബിലിറ്റി കുറയ്ക്കാൻ സാധിക്കും. എന്തായിരിക്കും നാളെ രാവിലെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഊണ് കഴിച്ച ശേഷം എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ബ്രെയിനിന് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളുടെ ലൈഫിലാണെന്നുണ്ടെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അൺസർട്ടനിറ്റിയാണ് എപ്പോഴും സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ, എവിടെയെങ്കിലും സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും ഒന്ന് അൺസർട്ടൺ ആയിട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിശ്ചയമില്ലാത്ത ഒരാളുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന സമയത്ത്, ഈ സമയത്തൊക്കെയാണ് നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത്. ഡിസിപ്ലിൻ എപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബ്രെയിനിന് കുറെ കൂടെ കംഫർട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാനായിട്ട് ഒരു പരിധിവരെ ഡിസിപ്ലിൻ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, ബിക്കോസ് ഓഫ് പ്രെഡിക്റ്റബിലിറ്റി. ഇപ്പൊ ഡിസിപ്ലിൻ ഒരു കേൾക്കുമ്പോൾ വെറുപ്പ് തോന്നേണ്ട ഒരു വാക്കല്ല. നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് കുറയ്ക്കുവാനും പ്രെഡിക്റ്റബിലിറ്റി കൂട്ടുവാനും ബ്രെയിനിനെ കുറച്ചുകൂടെ ഈസി ആയിട്ടും ഒപ്റ്റിമൈസ് ചെയ്ത് വർക്ക് ചെയ്യുവാനുള്ള നല്ലൊരു മാർഗമാണ് ഡിസിപ്ലിൻ. ഞാൻ ഡിസിപ്ലിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഈസിയായി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഹാബിറ്റ്സ് ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ചില ഹാബിറ്റുകൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും, ചില പുതിയ ഹാബിറ്റുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഇൻഫാക്ട് ഞാൻ ചെയ്യുന്ന റൈസപ്പ് പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ മാറ്റം ഉണ്ടാക്കുന്ന ഒരു പാർട്ട്, ഏകദേശം ഞാനൊരു 1-2 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ഈ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഹാബിറ്റുകളെ കണ്ടെത്തുകയും അത് ബ്രേക്ക് ചെയ്യുക, സയന്റിഫിക് ആയിട്ടുള്ള ചില പ്രോസസ്സിലൂടെ, അതേപോലെ പുതിയ ഹാബിറ്റുകളെ ക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ പുതിയൊരു ഡിസിപ്ലിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക, അതിലൂടെ നമ്മുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കുക. ഇത് പോസിബിൾ ആണ്.